ഈ ജുമാക്ക് ശേഷം ഉള്ള സുന്നത്ത് നിസ്കാരം എത്ര റക്അത്താണ്? 2. പിന്നെ പള്ളിയിൽ നിന്ന് 4, വീട്ടിൽ നിന്ന് 2. പിന്നെ വേറെ അഭിപ്രായം ഉണ്ടോ? അതായത് ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. ഈ വിഷയത്തിൽ 2 ഹദീസുകൾ നമുക്ക് കാണാം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആലക്ക് ഉദ്ധരിക്കുന്നുണ്ട്. ആരെങ്കിലും ജുമാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിട്ട് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. മൻ കാന മിൻകും മുസല്ലിയൻ ബഅദൽ ജുമുഅത്തി, ആരെങ്കിലും ജുമാക്ക് ശേഷം നിസ്കരിക്കുന്നുവെങ്കിൽ ഫൽയുസല്ലി 4, അവൻ 4 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. വേറൊന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ആ ഹദീസിലുള്ള എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോയി, പിന്നെ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളതാണ്. ഈ 2 ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. കാരണം 4 റക്അത്ത് എന്നുള്ളത് നബിന്റെ വാക്കാണ്. 4 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളത് നബിന്റെ വാക്കാണ്. 2 റക്അത്ത് എന്നുള്ളത് നബിന്റെ ഫിഅലാണ്, നബിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ നബിന്റെ പ്രവൃത്തിയെക്കാളും ശക്തിയുള്ളത് നബിന്റെ വാക്കിനാണ്. അപ്പൊ വാക്കിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്, പ്രവൃത്തിക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടാകാം, അപ്പോൾ വാക്കിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? 4 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേണ്ട 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഇത് 2 കൂടി കൂട്ടിയിട്ട് 4 പള്ളിയിൽ വെച്ചിട്ടും 2 വീട്ടിൽ വെച്ചിട്ടും പറഞ്ഞ് ഞങ്ങൾ കൗലും ഫിഅലും എടുക്കുന്നു എന്ന് പറഞ്ഞ് 6 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ ജംഅ ചെയ്തിട്ട് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ലജ്നത്ത് ദായിമയുടെ ഒക്കെ ഫത്വയിൽ കാണുന്നത് വീട്ടിൽ വെച്ചാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, ഇനി പള്ളി വെച്ചിട്ടാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുക എന്ന അഭിപ്രായത്തെ അവരൊക്കെ മുന്തിച്ചതായിട്ട് കാണുന്നുണ്ട്. വല്ലാഹു ആലം. അതായത് 2 റക്അത്ത് നിസ്കരിക്കാം, 4 റക്അത്തും നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിച്ചവനും 4 റക്അത്ത് നിസ്കരിച്ചവനും എന്താവൂല? ഒരേ കൂലി ആകൂല എന്നതാണ്